ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും VKMൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബുക്ക് വെക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ചാണ്. ഡിസ്പ്ലേ വെക്കുന്നതിന് വേണ്ടി സ്കൂളിലേക്കും കോളേജിലേക്കും ബുക്ക് വെക്കുന്ന ഷോപ്പിലേക്കും നമുക്ക് വീട്ടിലൊക്കെ നല്ല മനോഹരമായി വെക്കാൻ പറ്റാവുന്ന രീതിയിൽ ഉള്ളൊരു സ്റ്റാൻഡിനെ കുറിച്ചാണ്. അതിൻ്റെ വിശേഷങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഒമേഗ ഇൻറ്റീരിയൽ ഫർണിച്ചർ കണ്ണൂർ ചെറുകുന്നിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള എല്ലാ ഫർണിച്ചറുകൾക്കും അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലേക്കും വീട്ടിലേക്കുള്ള കിച്ചൺ ഇൻറ്റീരിയൽ വർക്കുകൾക്കൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സമീപിക്കാം. വിശ്വസ്തത കൂടി 30 വർഷത്തെ പാരമ്പര്യത്തോടു കൂടിയിട്ടാണ് ഒമേഗ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഓണത്തിന് അടിപൊളിയായി എല്ലാവരും ഷോപ്പിങ്ങിന് ഒമേഗ ഇൻറ്റീരിയൽ ഫർണിച്ചർ സമീപിക്കുക. ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ സ്റ്റാൻഡ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് ഒമേഗ ഇൻറ്റീരിയൽസിലെ ശരൺ ഭായി ആണ്. ഇതൊരു കോളേജിലേക്കാണ് ഈ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ കിടക്കാം. ഇതിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ചതും ഇതിൻ്റെ വലിപ്പവും വീതിയൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ ടോട്ടൽ ഇവിടെ നിന്ന് ഇതിലേക്കുള്ള ഹൈറ്റ് 5 ഫീറ്റാണ്, 5 അടി നീളം. അതിൻ്റെ വീതി വരുന്നത് 2.5 ഫീറ്റാണ് ഇതിൽ വീതി വരുന്നത്. അതുപോലെ തന്നെ 14 ഇഞ്ച് ഇതിൻ്റെ ഓരോ ഫ്ലോറിനും ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ മനോഹരമായ രീതിയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിന് ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബുക്ക് ഇതിലേക്ക് സൈഡിലേക്ക് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നല്ല ഈ നയനോണിൻ്റെ ഈ മെറ്റൽ നെറ്റാണ്. ഒരിക്കലും തുരുമ്പൊടിക്കുക, മഴ പെയ്താൽ വെയിൽ കൊണ്ടാലൊന്നും ഒന്നും സംഭവിക്കാത്ത ഒരു രീതിയിലാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മളൊരു സ്ക്വയർ കമ്പി 3/8 റാഡ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഭംഗിക്കും ഈ സ്റ്റാൻഡിൻ്റെ ഉറപ്പിനും കൂടിയിട്ടാണ്. ഇതിൽ എത്ര വെയിറ്റുള്ള ബുക്കുകൾ വേണമെങ്കിലും വെക്കാം, അത്രയും സ്ട്രോങ് ആണ് ഇതിൻ്റെ ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അടിയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇതിന് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഷീറ്റ് കളർ കോട്ട് ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലെയിൻ ഷീറ്റ്. രണ്ട് സ്റ്റാൻഡുകളാണ് നമ്മളിപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ട്. ഇത് ഒരുപാട് ഓർഡറുകളുണ്ട്. ഈ സാധനം എല്ലാവർക്കും ആവശ്യമായതാണ്. ഈ വായനശാലകൾക്ക് ഒക്കെ നമ്മളെല്ലാവർക്കും നമ്മളെ വീട്ടിലൊക്കെ നമ്മൾക്ക് നല്ല സൗകര്യമുള്ള വീടുകളാണെങ്കിൽ അതൊക്കെ നല്ല വൃത്തിക്ക് വയ്ക്കുമ്പോൾ നമുക്ക് അതിന് എടുത്ത് വായിച്ച് നോക്കാനും എടുത്തിട്ട് കുട്ടികൾക്കും അവർക്കൊക്കെ നല്ല സഹായകമാണ്. ഈ ഇത്തരം സ്റ്റാൻഡുകൾ നല്ല വൃത്തിയിൽ വെച്ചാൽ അവിടെ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും, മറിഞ്ഞ് വീഴൊന്നുമില്ല. അത്രയും ഉറപ്പിലാണ് ഈ സാധനം ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ അടിച്ച് ഈ സ്പ്രേ പെയിൻ്റാണ് ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കുറേ കാലത്തേക്ക് ഈട് നിൽക്കും. നല്ല സ്ഥാപനങ്ങൾക്കും നല്ല സ്റ്റാൻഡേർഡായിട്ട് വെക്കാൻ വീട്ടിൽ, ഓഫീസുകളിൽ, വായനശാലകൾ, എല്ലാ സ്ഥലങ്ങളിലും ഇത് അനുയോജ്യമാണ്. ഇതിൻ്റെ ഡിസൈനിങ് ഏത് തരത്തിലുള്ള ബുക്കുകളും വെക്കാം. അപ്പോൾ നമുക്ക് വായിക്കാനും എടുത്തു നോക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സ്റ്റാൻഡിൻ്റെ ഡിസൈനും കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളെ വയനാട് ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ നമ്മളെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുമ്പെട്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട്. എല്ലാവരും പ്രവാസികളും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ സർക്കാരും എല്ലാം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെക്കൊണ്ട് കഴിയാവുന്നെല്ലാം ചെറിയ ഒരു സംഭാവനകളാണെങ്കിലും നമ്മൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് CDMRലേക്ക് സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട് വയനാട്, നമ്മുടെ നാട് ആദ്യം വയനാട് എങ്ങനെയായിരുന്നു അതേപോലെ തിരിച്ചു വരുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും കഴിയുന്ന സഹായം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ, കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുക്കുക, ബെല്ലൈക്കൻ അടിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഇത്തരം സ്റ്റാൻഡുകൾ വേണമെന്നുണ്ടെങ്കിൽ അവർ സുഹൃത്തുക്കൾക്ക് എല്ലാം വാട്സാപ്പിൽ അത് മെസ്സേജ് ചെയ്തിട്ട് നമ്മളെ സഹകരിക്കുക. കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ അതിൻ്റെ വിലയെക്കുറിച്ച് അറിയാനൊക്കെ പരമാവധി ഫോൺ ചെയ്യാതെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. തിരക്കുള്ളത് കൊണ്ടാണ് വിളിക്കരുതെന്ന് പറയണത്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വില, ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ ഡെലിവറി എത്തിക്കേണ്ട എല്ലാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
അത് ഒരു പ്രശ്നമില്ല, എല്ലാ സ്ഥലത്തേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും ചാനൽ കാണാതെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, വിളിക്കരുത്. ചാനൽ കണ്ടതിന് ശേഷം മാത്രം ഫുള്ള് വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക, മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ. കൂടുതൽ നല്ലൊരു വീഡിയോയുമായി ഇത്തരം ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകൾ കാണുന്നതിന് വെയിറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ക്യാമറമാൻ സുഹേലിനോടൊപ്പം സുനിൽ വളയംകുളം സൈനിങ് ഔട്ട്.